ഹായ്, അൽഷാം മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാവറട്ടി ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് നടന്ന അശാസ്ത്രീയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ യാത്രക്കാരുടെയും ബുദ്ധിമുട്ടുകൾ നമ്മൾ നിരന്തരം റിവീൽ ചെയ്തു. അതിനോടനുബന്ധിച്ച് നടന്ന മഴക്കെടുതികളും അതുപോലെ കടകളിൽ വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്കുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളുമെല്ലാം നമ്മൾ നിരവധി വീഡിയോകളിലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. അതിൽ പ്രധാനമായിട്ട് നമുക്കിവിടെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പാവറട്ടി സ്കൂളിൻ്റെ മുന്നിൽ വെള്ളം കെട്ടി നിന്നിട്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം അത് വളരെ ഗൗരവകരമായൊരു വിഷയമായിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസം രാത്രിയിൽ പൊക്ലൈനർ ഉപയോഗിച്ച് പഴയ കാനയിലെ ആ മാലിന്യങ്ങളെല്ലാം അത് റോഡിലേക്ക് കോരി വെച്ച് ഒരു അപകടകരമായ രീതിയിൽ ഒരു അനാസ്ഥ അധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടായതും പിറ്റേ ദിവസത്തെ ചാനൽ നമ്മുടെ അൽഷാ മീഡിയയിലൂടെ നമ്മളത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മണലൂർ MLA-യുടെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും ജമ്മുക്കാവിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഹോസ്പിറ്റലിലെ പ്രിയോരച്ഛനുമായി സംസാരിച്ച് വിദ്യാർത്ഥികളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് സ്കൂളിൻ്റെ അവർ 2022 കെട്ടിച്ചമച്ച ഒരു സർവേ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2006 മേലും ഇത്തരത്തിലുള്ള സർവേകൾ നിരന്തരം നടന്നിട്ടുണ്ടെങ്കിലും ആ സർവേകളിലൊന്നും വിശ്വാസം പോരാതെ 2022 ഒരു കെട്ടിച്ചമച്ച സർവേ എന്ന് പറയുന്നത് 2022 മുമ്പ് നടന്ന എല്ലാ സർവേകളിലും കയ്യേറ്റങ്ങൾ കണ്ടെത്തുകയും അത് ആശുപത്രിയുടെ മതിലും അതുപോലെ തന്നെ ചില ബാങ്കുകളും അതുപോലെ സൊസൈറ്റികളും അവരുടെ പല ഭാഗങ്ങളും കയ്യേറ്റങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2022 ഈ കെട്ടിച്ചമച്ച ഈ സർവേ പ്രകാരം ഹോസ്പിറ്റലിലെ കോവന്തയിലെ ഹോസ്പിറ്റലിലെ മാനേജർക്ക് കയ്യേറ്റക്കാരെന്ന നിലയിൽ PWD നോട്ടീസ് നൽകുകയുണ്ടായി. എന്നാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രിയോരച്ഛൻ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാത്തതിൻ്റെ പേരിൽ PWD അധികാരികൾ നൽകിയ ആ അപേക്ഷ കൈപ്പറ്റി പൊളിച്ചു മാറ്റാനുള്ള ഇതിൽ അംഗീകരിക്കുകയോ ഒപ്പിട്ട് നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് സ്കൂളിൻ്റെ മാനേജറായി ചുമതലയേറ്റ് വന്ന പ്രിയോരച്ഛൻ 2004 മുതൽ പാവറട്ടി സ്കൂളിൻ്റെ മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അച്ഛനായിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ പാവറട്ടിയിലെ വിഷയങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ 2006 പാവറട്ടി ഹോസ്പിറ്റൽ അധികൃതർ PWD റോഡിലേക്ക് ഇറക്കി മതിൽ പണിതതും അതിനോട് ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികളും അതുപോലെ അന്വേഷണങ്ങളും അന്നത്തെ എല്ലാ വിവാദങ്ങളും നേരിട്ട് കണ്ട് ബോധ്യമുള്ള ആളായതുകൊണ്ട് കയ്യേറ്റക്കാരല്ലാത്ത കോവേന്തയെ അതുപോലെ തന്നെ സ്കൂളിനെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ചതിൽ മനംനൊന്ത് CMA സഭയുമായി ആലോചിച്ച് ബഹുമാനപ്പെട്ട മുൻസിഫ് കോടതിയിൽ ഇവർക്കെതിരെ PWD ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും തൽഫലമായിട്ട് ആ ഭാഗത്തുള്ള എൻക്രോച്ച്മെൻറ്റ് അതുപോലെ തന്നെ കയ്യേറ്റം എന്നിവർ പറയുന്ന ഭാഗങ്ങൾ പൊളിച്ചു മാറ്റാൻ കഴിയാതെ ബാക്കി ഭാഗങ്ങളിൽ നിരന്തരം പരാതികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും അതൊന്നും പരിഹരിക്കാതെ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ആരുടെയോ നിർദ്ദേശപ്രകാരം തിടുക്കപ്പെട്ട് ചെയ്തൊരു പണിയുടെ ഭാഗമായി നടന്ന അതിൻ്റെ ഭവിഷ്യത്തുകൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴകളിൽ കടകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വെള്ളം കയറി നാശനഷ്ടമുണ്ടായതെല്ലാം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ മുൻ എപ്പിസോഡിലെല്ലാം ഞാനത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 അടി കാനയുള്ള 2 അടി മാത്രമുള്ള കാനയിലൂടെയാണ് ഇത്രയും അധികം വെള്ളം കടന്നു പോകേണ്ടത്. അതിൻ്റെ അശാസ്ത്രീയത തന്നെ അന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റോഡിൽ നിന്ന് വെള്ളം കാനകളിലേക്ക് പോകാനായിട്ടുള്ള കുഴികളോ ഒന്നും ഇടാതെ പിന്നീട് നിരന്തരമായി പ്രശ്നങ്ങളായപ്പോൾ മേലെ ഒരു ഗ്രില്ലിടുകയാണ് ചെയ്തത്. ആ ഗ്രില്ലിട്ടത് തന്നെ മഴ പെയ്യുമ്പോൾ ആ ഗ്രില്ല് വെച്ച കടയുടെ മുന്നിലേക്കാണ് ആദ്യമായി വെള്ളം കയറുന്നത്. കാരണം അത് കടന്നു പോകുന്ന വഴികളിലുള്ള മാലിന്യങ്ങളൊന്നും നീക്കം ചെയ്യാതെ അതല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് സ്വകാര്യ വ്യക്തികൾക്ക് പഞ്ചായത്ത് തോട്ടിലേക്ക് മതിലിറക്കി പണിയാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം വളരെ ചുരുങ്ങിപ്പോവുകയും അവിടെ നിന്ന് ഇന്ത്യൻ സ്റ്റീൽ വഴി കുബ്ബ പള്ളിയുടെ വഴി പോകുന്ന ആ കാന 2.25 അടി മാത്രമുള്ള ഈ കാനയിലൂടെയാണ് ഇത്രയും വെള്ളക്കെട്ട് വരുന്ന ആ വെള്ളം മുഴുവൻ, അതായത് മഠത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പാവറട്ടി സ്റ്റാൻഡിൽ നിന്ന് വരുന്ന എല്ലാ വെള്ളവും വരേണ്ടത് ഈ വഴിയിലൂടെയാണ്. അതെല്ലാം അടയുമ്പോഴാണ് കടയിൽ പെട്ടെന്ന് വെള്ളം കയറുന്നത്. അതെല്ലാം 2 അടി മാത്രം താഴ്ചയുള്ള കാന പെട്ടെന്ന് നിറഞ്ഞു കവിഞ്ഞാണ് കടകളിലേക്ക് വെള്ളക്കെട്ടും അതുപോലെ വാഹനങ്ങൾക്കും
അതുപോലെ തന്നെ യാത്രക്കാർക്കും നടക്കാനോ വാഹനം ഉപയോഗിച്ച് പോകാനോ കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ചിട്ട് ഞാൻ 2-3 വീഡിയോകളിൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ദുരിതം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ MLA-യുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ചെമ്പൂക്കാവിലുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ ഗുരുവായൂരുള്ള കോടതിപ്പടിയിലുള്ള PWD ഓഫീസിലെയും എല്ലാം ചേർന്ന് പ്രിയോരച്ചനുമായി സംസാരിച്ച് പ്രശ്നത്തിൻ്റെ ഗൗരവം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഈ സ്കൂളിൻ്റെ കുട്ടികളുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ അത് ഏത് മാനേജരെയും പോലെ പ്രിയോരച്ചനും വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് അദ്ദേഹം കയ്യേറ്റക്കാരനല്ലാഞ്ഞിട്ട് പോലും വികസനത്തിന് വേണ്ടി അതല്ലെങ്കിൽ റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി ഇത് വിട്ടുകൊടുക്കാനുണ്ടായത്. അപ്പോൾ അതിൻ്റെ അളവുകളെല്ലാം കഴിഞ്ഞ ദിവസം 8/6/2024 ശനിയാഴ്ച അതിൻ്റെ അളവുകളെല്ലാം നടന്ന് 3 കയറുകളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. പൊളിച്ചു മാറ്റുന്ന ഭാഗവും കാനപണിയുടെ ഭാഗവും എല്ലാം മതിൽ നിലനിർത്തിക്കൊണ്ട് ഈ പണികൾ കഴിഞ്ഞതിന് ശേഷം അതിൽ പൊളിച്ച് വീതി കൂട്ടാമെന്ന നിർദ്ദേശപ്രകാരമാണ്. അത് കോടതിയിൽ വെച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയോരച്ചൻ ഇതിനെ സമ്മതിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കോട്ടം വരാത്ത രീതിയിലെടുത്ത അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സഭയും അദ്ദേഹത്തിൻ്റെ സ്കൂൾ മാനേജർ എന്നുള്ള പദവി വെച്ച് സ്കൂളിൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത ആ കെയർ അത് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷേ ഇതിൽ വളരെയധികം നമുക്ക് ലജ്ജിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കയ്യേറ്റക്കാരാണ് എന്ന് നിരന്തരം പറയുന്ന ആശുപത്രി അധികൃതരുമായി കയ്യേറ്റത്തിൻ്റെ വിഷയം സംസാരിക്കാൻ ബന്ധപ്പെട്ട MLA-യോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ മറ്റാരും തന്നെയോ ധൈര്യപ്പെടുന്നില്ല, അതിന് മുന്നിട്ടിറങ്ങുന്നില്ല എന്നത് വളരെ വിചിത്രമായ കാര്യമാണ്. കയ്യേറ്റക്കാരനായ ഒരു വ്യക്തിയുമായി സംസാരിക്കാൻ ഇവർക്ക് എന്താണ് ഇത്ര ഭയപ്പാട് എന്ന് അവരാണ് ജനങ്ങളോട്, പാവറട്ടിയിലെ ആളുകളോട് അവരാണ് വിശദീകരിക്കേണ്ടത്. എന്തുകൊണ്ട് കുറച്ച് വോട്ടുകൾ പോകുമെന്ന് കരുതിയിട്ടാണോ, അല്ലെങ്കിൽ ചില മതത്തിലുള്ള ആളുകൾ എതിരായി വരുമെന്ന് കരുതിയിട്ടാണോ? കയ്യേറ്റം ആരുടേതാണെങ്കിലും കയ്യേറ്റമാണ്. അത് പാവറട്ടി ഹോസ്പിറ്റൽ അധികൃതരുടെ മതിലായാലും ശരി, കുബ്ബാപ്പള്ളിയുടെ മുന്നിലിട്ട് പോകുന്ന ആ മതിലായാലും ശരി, കയ്യേറ്റത്തിന് മുസ്ലിം കയ്യേറ്റമെന്നോ ക്രിസ്ത്യൻ കയ്യേറ്റമെന്നോ ഹിന്ദു കയ്യേറ്റമെന്നോ ഇല്ലെന്നും കയ്യേറ്റം എപ്പോഴും കയ്യേറ്റമാണെന്നും അത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ദോഷകരമായി വരുമ്പോൾ അത് തീർച്ചയായും പൊളിച്ചു കളയൽ അത് ബന്ധപ്പെട്ട ഉത്തരവാദികളുടെ, ജില്ലാ കളക്ടറുടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും അതുപോലെ തന്നെ MLA-യുടെയും പോലുള്ള ആളുകളുടെ ഉത്തരവാദിത്വമാണെന്നും അത് പാലിക്കാതെ അത് കയ്യേറ്റക്കാരോട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ ഈ നിരന്തരമായി ഈ വിട്ടുവെച്ച് ചെയ്യാറായുന്ന ഈ കോവന്തയിലെ അച്ഛനെ മറ്റുള്ളവരുടെ മുന്നിൽ വില്ലനായി ചിത്രീകരിച്ച് അദ്ദേഹം കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോകാത്തത് എന്ന രീതിയിൽ അദ്ദേഹത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കുന്നത് വളരെ മ്ലേച്ഛകരമാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയക്കാർ ചിന്തിക്കുക, ഇതിന് പിന്നിൽ വളരെ വലിയൊരു ഭൂമാഫിയയുടെ ഒരു പ്രവർത്തനം അത് തുടക്കം മുതലേ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അത് നിരവധി സമരങ്ങളും മറ്റ് പ്രതിഷേധ പരിപാടികളുമെല്ലാം സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് പല അവസരങ്ങളിലായി പല മാറ്റങ്ങളെല്ലാം PWD വരുത്തുകയും അതുപോലെ തന്നെ നിരവധി ആളുടെ പരാതി പരിഹരിക്കാനായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ AEയും പല തവണ വന്നിട്ടുണ്ടെങ്കിലും കരാറുകാരെ സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാടാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരുവിധ നടപടികളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കരാറുകാർക്ക് എത്രയും പെട്ടെന്ന് പണി കഴിച്ചവരുടെ കാശ് വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള തിടുക്കപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വളരെയധികം യാത്രാക്ലേശവും അത് റോഡിൻ്റെ അതായത് പള്ളിയുടെ എതിർവശത്തായിട്ട് കയ്യേറ്റമുണ്ട്. 2007 സർവേ നടത്തിയിട്ട് പകുതിയിട്ട് പോയ സർവേയിലെല്ലാം അവിടെ കയ്യേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും തിരിച്ചു പിടിക്കാതെ വളരെ ഇടുങ്ങിയ രീതിയിൽ ഒരു പഞ്ചായത്ത് റോഡിനെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള വികസനമാണ് 2.25 കോടി രൂപ ചെലവഴിച്ചിട്ട് പാവറട്ടിയിൽ നടന്നിട്ടുള്ളത്. ഈ 3.5 അടി താഴ്ചയും അതുപോലെ തന്നെ വീതിയും ഉണ്ടായിരുന്ന കാനകളെല്ലാം തല്ലിപ്പൊട്ടിച്ച് ചെറുതാക്കി 2 ചുരുക്കി 2 അടിയായി ചുരുക്കുക വഴി പുറമേക്ക് നല്ല കാണാൻ ഭംഗിയുണ്ടെങ്കിലും മഴവെള്ളം ഒരു തുള്ളി ചോരാതെ കടകളിൽ കയറുന്ന വിശേഷമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്കൂൾ ടൈമിൽ 9:30 മുതലുള്ള സമയത്ത് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വല്ല കിടപ്പ് രോഗികളുമായിട്ട് അതുപോലെ തന്നെ വളരെ ഗുരുതരാവസ്ഥയിൽ കൊണ്ടുവരുന്ന രോഗികളുമായിരുന്ന ആംബുലൻസിനോ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ ബുദ്ധിമുട്ടാണ്, ക്ലേശമാണ് ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം കാണാതെ കയ്യേറ്റക്കാരല്ലാത്ത
സ്കൂളുകാരെ കൊണ്ട് മതിൽ പൊളിപ്പിച്ച് കെട്ടിയത് കൊണ്ട് അവർ വിജയിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. കാരണം അത് ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ആരാണ് കയ്യേറ്റക്കാരെന്നും 2006 സ്പെഷ്യൽ അഫിഡവിറ്റ് പ്രകാരം ആരാണ് ഇവിടെ മതിലിറക്കി പണിതിട്ടുള്ളതെന്നും എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ട അധികാരികളും MLAയും ഈ കയ്യേറ്റക്കാരോട് ഈ വിഷയമായി സംസാരിക്കാൻ ധൈര്യപ്പെടാത്തതെന്നും ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കയ്യേറ്റക്കാരല്ലാഞ്ഞിട്ട് പോലും ജനങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ആ ഒരു സുരക്ഷ മുൻനിർത്തിയിട്ട് അവർക്ക് വേണ്ടി ഇത് ചെയ്യാൻ മനസ്സ് കാണിച്ച ആ മനസ്സിൻ്റെ വിശാലതയെ പാവറട്ടിയിലെ എല്ലാ ആളുകൾക്കും വേണ്ടി ഞങ്ങൾ പ്രിയോരച്ചനെയും അതുപോലെ CMI സഭയും അഭിനന്ദിക്കുന്നു. ഇത് കയ്യേറ്റക്കാരായ ആശുപത്രി അധികൃതർക്ക് ഒരു മാതൃകയാണ്. അത് ജനങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ പ്രവർത്തനം നിലനിൽക്കേണ്ടത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അതെന്ത് രീതിയിൽ പറഞ്ഞാലും, എന്ത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും, എന്ത് രീതിയിൽ പഞ്ചായത്തിൻ്റെ ഭരണസ്വാധീനം ഉപയോഗിച്ചോ നിങ്ങൾ എത്ര കാലം അത് പിടിച്ചു വെച്ചാലും അത് കളങ്കമാണ്, അത് ജനങ്ങൾക്ക് ദ്രോഹമാണ്. ഇവിടുത്തെ കുട്ടികളോടോ പിഞ്ചു മക്കളോടോ ഇവിടുത്തെ വളർന്നു വരുന്ന തലമുറകളോടോ വരുന്ന തലമുറയിലോട് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണ്. ഇത് നിങ്ങൾക്ക് കാലം നിങ്ങളോട് തിരിച്ച് ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഇതിന് മുൻകൈയെടുത്ത, അതായത് MLA എന്തുദ്ദേശത്തിലാണ് മീറ്റിങ്ങിന് സമ്മേളനത്തിന് വന്നിട്ട് ചർച്ചയ്ക്ക് വന്നതെന്ന് നമുക്കറിയില്ല. അച്ഛൻ വിളിച്ചിട്ടാണ് വന്നിട്ടുള്ള കുട്ടികളുടെ വിഷയം മുൻനിർത്തിയാണ് വന്നതെങ്കിൽ MLAക്കും വളരെയധികം നന്ദി. കാരണം കുട്ടികളുടെ വിഷയത്തിൽ എപ്പോഴും നമ്മൾ വളരെയധികം കെയറാണ്, വളരെയധികം ശ്രദ്ധിക്കണം. ഒരു അപകടം വന്നതിന് ശേഷം അതിനെ പറ്റിയിട്ട് നമ്മൾ റിവീൽ ചെയ്തിട്ട് എന്താ പറയുക, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് അപകടം വരാതെ സൂക്ഷിക്കലാണ്. ആ മുൻകരുതൽ എന്ന രീതിയിൽ അച്ഛൻ വിളിച്ച് വരുത്തിയതാണെങ്കിൽ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു. 3-ാം തവണയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ MLA വിഷയവുമായി ബന്ധപ്പെട്ട് അച്ഛനുമായി സംസാരിക്കുന്നത്. ഒരു കോടതി വ്യവഹാരം നടക്കുന്നൊരു വിഷയത്തിൽ അത് കയ്യേറ്റക്കാരല്ല എന്ന് വ്യക്തമായി അവർ ബോധ്യപ്പെടുത്തുമ്പോൾ, തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുമ്പോഴും വീണ്ടും വിട്ടുവീഴ്ചയ്ക്ക് വരുമ്പോൾ ഒരു 9 വർഷത്തോളമായിട്ട് യാതൊരു ആരോപണങ്ങളിലും പെടാതെ വളരെ ശാന്ത സ്വഭാവക്കാരനായ ഈ മണലൂർ MLA എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അവസാന വർഷങ്ങളിൽ എടുക്കപ്പെട്ട് ഒത്തുതീർപ്പിന് വേണ്ടി ഈ പ്രിയോരച്ചൻ്റെ അടുത്ത് വരുന്നത് എന്നത് ജനങ്ങളിൽ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. അത് ക്ലാരിറ്റി വരുത്തേണ്ടത് MLAയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അറിയാം, അദ്ദേഹം അത് പ്രിയോരച്ചൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ 2004 മതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ കയ്യേറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ട് കയ്യേറ്റക്കാരുടെ മതിൽ സംരക്ഷിച്ചുകൊണ്ട് കയ്യേറ്റക്കാരല്ലാത്തവരുടെ മതിൽ പൊളിക്കുന്ന ഒരു വളരെ വിചിത്രമായ സംഭവവികാസങ്ങളിലൂടെയാണ് നമ്മൾ പാവറട്ടിക്കാർ കടന്നു പോകുന്നത്. അപ്പോൾ എന്നിരുന്നാലും മതിൽ പൊളിച്ച് റോഡിന് വീതി കൂട്ടാൻ സമ്മതിച്ച പ്രിയോരച്ചനും അതുപോലെ CMI സഭയ്ക്കും പാവറട്ടിക്കാരുടെ പേരിലും ഇതിലൂടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.